തെന്നിന്ത്യൻ സൂപ്പർ താരം നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹം വലിയ ആഡംബരപൂർവ്വം വർഷങ്ങൾക്ക് മുൻപ് നടന്നു. അതിന്റെ ചിത്രങ്ങൾ മാത്രമേ നിലവിൽ പുറത്തു വന്നിട്ടുള്ളൂ. അതിന്റെ വീഡിയോ ഒന്നും ഇറങ്ങിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നയൻതാര പുതിയ പ്രസ്താവനയുമായി വന്നിട്ടുണ്ട്. അതെന്താണ്? ആദ്യം തന്നെ ABC പ്രേക്ഷകരോട് ഒരു കാര്യം പറയണം. ABC സാധാരണ പൊളിറ്റിക്കൽ വീഡിയോസാണ് അവർ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ ABC ഇനി മുതൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും എൻ്റർടൈൻമെൻറ്റ് ABC ചെയ്തിരുന്നു എങ്കിലും ABC കൂടുതലും ഇപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പൊളിറ്റിക്സിലാണ്. ഇനി എൻ്റർടൈൻമെൻറ്റും ABC ന്യൂസ് ചാനലിൽ ക്വാളിറ്റിയുള്ള എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും ABCക്ക് കാണാം. അതിൻ്റെ തുടക്കമായിട്ടാണ് നമ്മൾ നയൻതാരയുടെ ഇന്നത്തെ കാലിക പ്രസക്തമായിട്ടുള്ള വിഷയം എടുത്തിരിക്കുന്നത്. നയൻതാര എന്ന് പറയുന്ന നടിയെക്കുറിച്ച് നയൻതാര ആരാധകർക്ക് ഇഷ്ടമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതെ, നയൻതാര ഇന്ന് ഇട്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സിനിമാ നടനായിട്ടുള്ള രജനീകാന്തിന്റെ മരുമകനായിരുന്ന ധനുഷ് എന്ന് പറയുന്ന നടനെക്കുറിച്ച് ഉള്ളത്. നയൻതാര ആ പോസ്റ്റിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ധനുഷ് എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ പുറമേ കാണുന്ന ആ ഒരു മുഖം മൂടി അണിഞ്ഞ ഒരു വ്യക്തിയാണ്. പുറത്തങ്ങനെ പ്രതികരിക്കാത്തൊരു വ്യക്തിത്വമാണല്ലോ നയൻതാര. അങ്ങനെ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നയൻതാര പ്രതികരിച്ച സ്ഥലങ്ങളിലെല്ലാം നയൻതാര വളരെ ശക്തമായിട്ട് പ്രതികരിച്ച സാഹചര്യമാണ് നമുക്കുള്ളത്. നയൻതാരയുടെ കരിയർ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നയൻതാരയുടെ യഥാർത്ഥ പേര് ഡയാന കുര്യൻ എന്നായിരുന്നു. പിന്നീട് നയൻതാര മലയാളത്തിൽ അരങ്ങേറുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സത്യൻ അന്തിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയിലൂടെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മോഹൻലാലിന്റെ വിസ്മയത്തുമ്പത്തായിരിക്കും. രണ്ട് സിനിമ മനസ്സിനക്കരയിലൂടെയാണ് നയൻതാര വരുന്നത്. അതിനു മുമ്പേ നയൻതാര കൈരളി TV ഒരു അവതാരികയായിരുന്നു. ചമയം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ അവതാരികയായിരുന്നു. ആ സമയത്ത് നയൻതാരയുടെ ഒരു കോലമൊക്കെ കാണണം. നയൻതാര ആ സമയത്തും സുന്ദരിയായിരുന്നു നയൻതാര അങ്ങനെ മനസ്സിനക്കരയിൽ വന്നു. അതിനുശേഷം നയൻതാര വിസ്മയത്തുമ്പത്തടക്കമുള്ള മനസ്സിനക്കരയിൽ നല്ല സുന്ദരിയാണ്. അതിനുശേഷം വിസ്മയത്തുമ്പത്തിൽ വന്നു. അതിനുശേഷം തസ്കര വീരൻ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചു. പൊടുന്നനെ നയൻതാര തമിഴിലേക്ക് ചുവട് മാറ്റി ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നയൻതാര തമിഴിലേക്ക് പോയി ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുമ്പോൾ ശരത് കുമാർ നായകനായിട്ടുള്ള അയ്യ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു നയൻതാര ഗ്ലാമർ വേഷങ്ങൾ. നയൻതാര ഒരു കുട്ടി ഉടുപ്പും ഒരു സ്കൂൾ കുട്ടിയുടെ വേഷം, സ്കൂൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ഈ സ്കർട്ട് ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഇട്ടിട്ട് നയൻതാര തൻ്റെ കാലുകളൊക്കെ കാണിച്ചു കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു പാട്ടൊക്കെ ആ സമയത്ത് അയ്യ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ വൈറലായിരുന്നു. പിന്നീട് നയൻതാരയുടെ വളർച്ച എന്ന് പറയുന്നത് സ്വപ്ന തുല്യമായി. ദക്ഷിണേന്ത്യയിൽ പകരം വയ്ക്കാനില്ലാത്തൊരു നടിയായി നയൻതാര വളർന്നു കയറുകയായിരുന്നു. നയൻതാരയുടെ അന്നത്തെ ആഗ്രഹം എന്തായിരുന്നു നയൻതാരയോട് ചോദിച്ചു കഴിഞ്ഞാൽ നയൻതാര ആ സമയത്ത് പറഞ്ഞിരുന്നത് എനിക്ക് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ ഒന്ന് തൊടണം എന്നായിരുന്നു നയൻതാര പറഞ്ഞത്. ആ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ നയൻതാര ഒരു സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചു. അറിയാലോ, ചന്ദ്രമുഖി 2004 പുറത്തിറങ്ങിയ ചന്ദ്രമുഖി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമ ഇന്ത്യയിലെ തന്നെ അന്നത്തെ ഏറ്റവും വലിയ പടംവാരി ചിത്രങ്ങളിൽ ഒന്നായി മാറി. അതിനുശേഷം വീണ്ടും നയൻതാര സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ ഒരു ഐറ്റം സോങ്ങിൽ അഭിനയിച്ചു. അപ്പോഴേക്കും നയൻതാര ഒരു ഗ്ലാമറസ് വേഷങ്ങൾ നയൻതാര എന്ന് പറയുന്നത് ഒരു ഗ്ലാമറസ് നടിയാണ് എന്നുള്ള ഒരു ഇമേജ് എല്ലാവർക്കിടയിലും വന്നു കഴിഞ്ഞു. നയൻതാര കേരളത്തിൽ ഉൾപ്പെടെ അതെ, നയൻതാരയെ ഏറ്റവും കൂടുതൽ ഹോട്ടായിട്ട് നമ്മൾ കണ്ടത് ഗജനി എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട്. ഗജനി സിനിമയിലെ AR മുരുകദോസ് സംവിധാനം ചെയ്ത ഒരു ഐറ്റം സോങ് ഉണ്ട് നയൻതാരയ്ക്ക്. അതിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടായിട്ട് നയൻതാര നമ്മൾ കണ്ടത്. അതോടുകൂടി നയൻതാരയുടെ റേഞ്ച് മാറി. പിന്നീട് നയൻതാരയെക്കുറിച്ച് ധാരാളം അധികം വിവാദങ്ങൾ വന്നു തുടങ്ങി. നയൻതാര ഒരു ഐറ്റം ഡാൻസുകാരിയായി മാറിയോ എന്നുള്ളതാണ്. അതിനെല്ലാത്തിനും ശേഷം നയൻതാര പ്രണയത്തിൽ എന്ന് പറഞ്ഞാൽ STR. ഇപ്പോൾ നേരത്തെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ എന്നും ഇപ്പോൾ ആത്മാൻ എന്നും സ്വയം ടൈറ്റിൽ കൊടുത്ത് വിശേഷിപ്പിക്കുന്ന നമ്മുടെ TRന്റെ മകനായിട്ടുള്ള സിലംബരശൻ STR സിംബുവായിട്ട് നയൻതാര പ്രണയത്തിൽ ഏർപ്പെടുന്നു. അന്ന് ഇവർ ഒരുമിച്ചിറക്കിയ സിനിമകളെല്ലാം വലിയ തരംഗങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ വല്ലവൻ എന്ന് പറയുന്ന സിനിമയൊക്കെ ഉണ്ടല്ലോ, ആ സിനിമയൊക്കെ വലിയ തരംഗങ്ങളായിരുന്നു. അതിൽ സിംബുവിന്റെയും നയൻതാരയുടെയും ബെഡ്റൂം സീന് കാണാൻ വേണ്ടി മാത്രം പല ചെറുപ്പക്കാരും തമിഴ്നാട്ടിൽ തിയേറ്ററിൽ മുതൽ ക്യൂ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ കേരളത്തിലെ പല മാധ്യമങ്ങളും ഏഷ്യാനെറ്റും മനോരമ മാതൃഭൂമി അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടൊക്കെ നമുക്ക് ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നയൻതാര സിംബുവുമായിട്ട് പ്രണയത്തിലായി. സിംബു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടെ നയൻതാര പോയി തുടങ്ങി. നയൻതാര സിംബുവുമായിട്ട് വളരെയധികം ബന്ധം നല്ല രീതിയിൽ പുലർത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ അവർ ബ്രേക്കപ്പ് ആവുന്നു. അതിനുശേഷം നയൻതാര വീണ്ടും തന്റെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പോഴേക്കും നയൻതാര വളരെ വലിയൊരു നടിയായി മാറിക്കഴിഞ്ഞിരുന്നു.
സിലംബരസിനുമായിട്ടുള്ള ബ്രേക്കപ്പിൽ കുറച്ചൊരു ഗ്യാപ്പ് നയൻതാര എടുത്തെങ്കിലും വളരെ വലിയൊരു നടിയായിട്ട് നയൻതാര പരിണമിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷം നയൻതാര പ്രഭുദേവയുടെ ഒരു ആ സിനിമയുണ്ട്. സമയങ്ങളിൽ തൃശ്ശയും നയൻതാരയുമായിരുന്നു പ്രധാനപ്പെട്ട റോളുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം പ്രഭുദേവയുമായിട്ട് നയൻതാര പ്രണയത്തിലെ, അത് വിജയുടെ പ്രഭുദേവ ഡയറക്ട് ചെയ്ത വില്ല് എന്ന സിനിമയിൽ നയൻതാരയായിരുന്നു നായിക. അവിടെ വെച്ചാണ് ഒരു പ്രണയത്തിലായെന്ന് പറയുന്നത്. ഒരു ഗുരുവായൂരൊക്കെ വന്നിട്ടുണ്ട്. പ്രഭുദേവയ്ക്ക് ആ സമയം ഒരു മകനും ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ പേരിൽ നയൻതാര ഒരുപാട് പഴി കേട്ടു. കാരണം ആ മകനും ഭാര്യയും പ്രഭുദേവ ഉപേക്ഷിക്കാൻ കാരണം നയൻതാരയാണെന്ന് പറഞ്ഞിരുന്നു. അതിലൊരാൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നയൻതാര വന്നതുകൊണ്ട് നയൻതാരയുടെ ഭംഗി കണ്ട് മയങ്ങി പ്രഭുദേവ നയൻതാരയെ സ്വീകരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗോസിപ്പുകളും വിവാദങ്ങളും ആ സമയത്ത് നയൻതാരയെ വല്ലാതെ പിടിച്ചു കുലുക്കി. പക്ഷെ നയൻതാര സ്റ്റേബിൾ ആയിരുന്നു. അതിനുശേഷം പ്രഭുദേവയും നയൻതാരയെ കൈയൊഴിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവരും ബ്രേക്കപ്പായി. അതിനുശേഷമാണ് വലിയ തകർച്ച ഉണ്ടായി. അതിനുശേഷം നയൻതാര ആത്മീയതയുടെ പാത സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചു. നയൻതാര ഹിമാലയ സാനുക്കളിലൊക്കെ അത്തരത്തിലുള്ള പ്രകൃതി രമണീയമായ സ്ഥലത്തൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇവിടെ തനിക്ക് ധ്യാനം ഇരിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ ലേഖനങ്ങളൊക്കെ അന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ആ സമയത്ത്. കാരണം നയൻതാര ഇനി 2 ബന്ധങ്ങളുടെ തകർച്ച കഴിഞ്ഞ് ഇനി ഒരു കുടുംബജീവിതം തനിക്ക് ഉണ്ടാകില്ല എന്നിരുന്ന സമയത്താണ് വിഘ്നേഷ് ശിവനുമായി നയൻതാര പരിചയപ്പെടുന്നതും. അത് ഈ കരിയറിൽ വലിയ തകർച്ച ഉണ്ടാകുമ്പോൾ സിനിമയിലൂടെ വീണ്ടും തിരിച്ചു വരുന്നത്. നയൻതാര അങ്ങനെ വിഘ്നേഷ് ശിവനെ പരിചയപ്പെടുന്നു. ഇരുവരും പ്രണയിക്കുന്നു. ഇപ്പൊ വിഘ്നേഷ് ശിവനെ കെട്ടി നയൻതാര അന്തസ്സായിട്ട് ജീവിക്കുന്നു. ആ നയൻതാര വിഘ്നേഷ് ശിവനുമായിട്ടുള്ള നയൻതാരയുടെ വിവാഹ വീഡിയോ ഒരു ഡോക്യുമെന്ററി ആയിട്ട് ഇറക്കാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന നയൻതാര ആ ഡോക്യുമെന്ററി, നമുക്കറിയാം ആ വീഡിയോയുടെ നെറ്റ്ഫ്ലിക്സിനാണ് ആ കരാറ് കൊടുത്തിരുന്നത്. ഒരുപാട് ആൾക്കാർ കാണും. നയൻതാരയെ പോലുള്ള ഒരു നടിയുടെ വീഡിയോ ചിത്രങ്ങളും ഭംഗിയായിരുന്നു. ആ നയൻതാരയുടെ കല്യാണം ഡയറക്റ്റ് ചെയ്തത് ഗൗതം വാസുദേവ് മേനോനാണ്. നയൻതാരയെ കൈ പിടിച്ച് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വേദിയിലേക്ക് കൊണ്ടുവന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്താണ്. അങ്ങനെ സ്ഥാനസമ്പന്നമായിരുന്നു ആ കല്യാണം. അതെ, വിവാഹം ഡയറക്റ്റ് ചെയ്ത് അത് നെറ്റ്ഫ്ലിക്സിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അത് ചെയ്യാനായിട്ട് നയൻതാര വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നയൻതാര അഭിനയിച്ച ഒരു ചിത്രമുണ്ട്, ഞാനും റൗഡിദാൻ എന്ന് പറഞ്ഞു. വിജയ് സേതുപതിയാണ് അതിലെ നായകൻ. അതിലെ 2-3 പാട്ടുകൾ ഇവര് ഉപയോഗിക്കണം എന്നുള്ള ഇവർക്കൊരു ആഗ്രഹം വന്നു. അങ്ങനെ അത് 2-3 പാട്ടുകൾ ഈ നെറ്റ്ഫ്ലിക്സിലെ ഈ ഡോക്യുമെന്ററിയിലും അവതരിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം അവർ എടുക്കുകയും, എന്നാൽ വണ്ടർബാൻ സിനിമയുടെ ബാനറിലാണ് ഈ ഞാനും റൗഡിദാൻ സിനിമ ഇറങ്ങിയത്. അതായത് ധനുഷിന്റെ നിർമ്മാണ കമ്പനിയാണ് വണ്ടർബാൻ എന്ന് പറഞ്ഞ സിനിമ നിർമ്മാണ കമ്പനി. ആ ധനുഷിന്റെ നിർമ്മാണ കമ്പനി ഇതിന് അനുമതി കൊടുത്തില്ല, NOC കൊടുത്തില്ല, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് 2-3 വർഷം ഇപ്പോൾ കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. ഈ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് അത് കിട്ടിയില്ലെങ്കിൽ പോലും ഇവരുടെ ക്യാമറയിലും, അതായത് പ്രൊഡ്യൂസറുടെ യാതൊരുവിധ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാതെ വിഘ്നേഷ് ശിവൻ അയാളുടെ സ്വന്തം ക്യാമറയിൽ എടുത്ത 3 സെക്കൻഡുള്ള ഒരു വീഡിയോ ക്ലിപ്പ് അതിനകത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ധനുഷ് 10 കോടി രൂപയുടെ ഒരു ഡിഫമേഷൻ നോട്ടീസ് ഇവർക്ക് അയച്ചു. അപ്പോൾ അതിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് നയൻതാര ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ധനുഷിന്റെ യഥാർത്ഥ മുഖം എന്താ? അപ്പോൾ ഈ നയൻതാരയുടെ ഇൻസ്റ്റാഗ്രാമിലാണ് നയൻതാര പൊട്ടിത്തെറിച്ചുകൊണ്ട് കുറിപ്പിട്ടിരിക്കുന്നത്. നടിമാരായ നസ്രിയ, പാർവതി തിരുവൂത്ത്, അനുപമ പരമേശ്വരൻ, ഐശ്വര്യ ലക്ഷ്മി, മീരാനന്ദൻ, അന്നാബൻ, നിഷ തൽവാർ തുടങ്ങിയവർ പോസ്റ്റിന് കമന്റും ലൈക്കും നൽകിയാണ് അതിന് എന്ത് ചെയ്ത മുഴുവൻ മലയാളികളും നയൻതാരയ്ക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നയൻതാരയുടെ പിറന്നാൾ ദിവസമായ നവംബർ 18-ന് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി ഫിലിം നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കാനിരിക്കവെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം നയൻതാരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ നിർമ്മാതാവായിട്ടുള്ള ധനുഷ് NOC കൊടുത്തില്ല എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്ന ഈ വിമർശനം നയൻതാര അവസാനിപ്പിക്കുന്നത് ധനുഷിന്റെ പല കഥകളും പറഞ്ഞുകൊണ്ടും അതിലേക്ക് സൂചനകൾ ഇട്ടുകൊണ്ടുമാണ്. അപ്പോൾ ചിത്രത്തിന്റെ പാട്ടുകളായിരുന്നു എന്റെ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ ഏറ്റവും മികച്ചതെന്ന് നയൻതാര പറയുന്നു. എന്നാൽ 2 വർഷത്തോളം അഭ്യർത്ഥിച്ചിട്ടും ധനുഷ് NOC നൽകാത്തതിൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ചിത്രത്തിലെ പാട്ടുകളോ രംഗങ്ങളോ ഫോട്ടോഗ്രാഫുകളോ പോലും ഉപയോഗിക്കാൻ താങ്കൾ അനുമതി നിഷേധിച്ചു. നിങ്ങളുടെ വ്യക്തിപരമായ പകയാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു. അതായത് ധനുഷിന് നയൻതാരയോടും വിഘ്നേഷ് ശിവനോടും പകയുണ്ടെന്നാണ് നയൻതാര പറയുന്നത്. ആ പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഘ്നേഷ് ശിവനെ പോലെ ഉള്ള ഒരാള് നയൻതാരയെ വിവാഹം കഴിച്ചു എന്നൊരു പക. ധനുഷ് ഒരു സ്ത്രീലംബടനാണ് എന്നൊരു ആരോപണം ഏറെ നിൽപ്പുണ്ട്. അപ്പോൾ ധനുഷ് പല സ്ത്രീകളെയും ഇത്തരത്തിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ധനുഷ് ഒരു ഗേ ആണ് എന്ന് സുജി ലീക്സ് ഗായിക സുചിത്ര പറഞ്ഞിട്ടുണ്ട്. സുചിത്രയുടെ ഭർത്താവിനെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് സുചിത്ര രംഗത്തെത്തുന്നു. ധനുഷ് അതിൽ പ്രതികരിച്ചിട്ടൊന്നുമില്ല. ധനുഷ് ഈ സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ധനുഷ് രജനീകാന്തിന്റെ മകളുമായിട്ടുള്ള ഡിവോഴ്സ് ഉണ്ടായത് എന്ന് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും വ്യക്തിപരമായിട്ടുള്ള പക എന്ന് നയൻതാര പറയുന്നത് എന്താണ് എന്നുള്ളതിൽ
ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, വിഘ്നേഷ് ശിവൻ വളർന്നു വന്നതിൽ ധനുഷിന് വലിയ രീതിയിലുള്ള അസൂയയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് നയൻതാര പറയുന്നത്. നയൻതാര എടുത്തു പറയുന്നുണ്ട്. ഇനി നയൻതാരയെ ധനുഷ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഹേമ കമ്മിറ്റിയൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പൊ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം താങ്കൾ അയച്ച വക്കീൽ നോട്ടീസാണ് ഏറെ ഞെട്ടിച്ചത്. സിനിമയിലെ പിന്നണി ദൃശ്യങ്ങൾ, അതും ഞങ്ങളുടെ ഉപകരണങ്ങളിൽ ഷൂട്ട് ചെയ്ത വെറും 3 സെക്കൻഡുകൾ മാത്രമുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. ഞങ്ങളിത് നിയമപരമായി തന്നെ നേരിടും എന്ന് പറയുന്നു. ചിത്രം ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയത് നിങ്ങളെ ഈഗോയെ ബാധിച്ചു. ലോകത്തിന് മുന്നിൽ മുഖംമൂടി അണിഞ്ഞാണ് നിങ്ങൾ നടക്കുന്നത്. ലോകം എല്ലാവർക്കും ഉള്ളതാണ്. സിനിമാ പാരമ്പര്യമില്ലാത്ത ഒരാൾ വലിയ വിജയങ്ങൾ നേടുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാവുന്നവരും ജീവിതത്തിൽ മുന്നോട്ട് വരട്ടെ. ഇത്രയുമാണ് നയൻതാരയുടെ പോസ്റ്റിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. എല്ലാ കാലത്തും ധനുഷ് ഒരു വിവാദ നായകൻ, എല്ലാ കാലത്തും ധനുഷ് ഒരു വിവാദ നായകനായിരുന്നു. ധനുഷ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കോൺട്രവേഴ്സീസ് ധനുഷിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട് എന്നുള്ളതാണ്. ധനുഷിന്റെ കുടുംബജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. ഡൈവോഴ്സ് ആയല്ലോ ധനുഷ്. അത് അവരുടെ കുടുംബജീവിതത്തെ രജനീകാന്ത് ഇടയ്ക്ക് ഇടപെട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. പക്ഷെ അത് വേറൊരു സ്റ്റോറിയാണ്. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു ടോക്കായിട്ട് എടുക്കാം. രജനീകാന്തിന്റെ ആ ഒരു ഫാമിലിയുടെ ഐശ്വര്യ ആദ്യ വിവാഹം കഴിക്കാൻ വന്നത് വേറൊരു പ്രമുഖ നടനായിരുന്നു. ആ പ്രമുഖ നടൻ ഐശ്വര്യയുടെ പുറകിൽ ഒരുപാട് കാലം നടന്നു. പക്ഷെ ധനുഷ് രജനീകാന്തിന്റെ ഭാര്യയാണ് പറഞ്ഞത്, വേണ്ട ഇവന് കെട്ടിച്ചു കൊടുക്കണം, നമുക്ക് ധനുഷിന് കെട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്നു. അത് വേറൊരു സ്റ്റോറിയാണ്. അത് വേറൊരു സമയത്തെടുക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.